ഹായ്, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രൈമറിലി പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ചും കോളേജുകളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ മാർക്കുകൾ നല്ല കുറഞ്ഞു വരുവാണ്. അങ്ങനെയുള്ളവർക്കൊരു വീണ്ടും അവരുടെ ആ മാർക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റഡി സ്റ്റാൻഡേർഡ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ള ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഹൈ ലെവൽ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മാർക്കിന്റെ സ്റ്റാൻഡേർഡിനെക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 10-15% നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഫെയിൽ ആവും എന്നുള്ള സിറ്റുവേഷനിലായിരിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ആ പരീക്ഷയിൽ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മെത്തേഡ് ഈ സ്റ്റോറിയിൽ പറയുന്ന, അതായത് ഒരു ലൈബ്രറിയൻ അവിടുത്തെ ഒരു ഇങ്ങനത്തെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് കൊടുത്തൊരു അഡ്വൈസ് ഉണ്ട്. ആ അഡ്വൈസ് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി എങ്ങനെയാണ്? രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനവൻ്റെ സ്കൂളുകളിൽ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ഏകദേശം ഒരു 70-80% എല്ലാ തവണ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് മേടിക്കായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു പയ്യനാണ്. അവനങ്ങനെ എൻട്രൻസിന് അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ച് ഒരു അത്യാവശ്യം നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ മേടിച്ചു. അവനവൻ്റെ ഫസ്റ്റ് ഇയർ അവൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ഒരു ചെറിയ ജോലിയും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, അമ്മ ഹൗസ് വൈഫ്. അപ്പോൾ അവരുടെ ഒരു ഏക പ്രതീക്ഷ ഇവൻ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകാം എന്നാലും സെറ്റിൽ. ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ട്. അത് കാരണം അവൻ ഫസ്റ്റ് ഇയർ നല്ല ഡെഡിക്കേറ്റ് ആയിട്ടൊക്കെ പഠിച്ചു. അത്യാവശ്യം ഒരു 80% അടുത്ത് എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ മാർക്ക് മേടിച്ചു. അപ്പോൾ ആ പയ്യൻ്റെ ഒരു കാലിബർ ലെവൽ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അവനവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തതെയും അവർക്ക് കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ആയി. ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് ഏകദേശം ഒരു 70-73% മാർക്കായി. അങ്ങനെ അന്നേരം ഇവൻ്റെ ഫാദർ അവനോട് ചോദിക്കുമായിരുന്നു, നീ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇങ്ങനെ താഴേക്ക് പോകരുതെന്ന് പറയുമ്പോൾ അവൻ പറയും, എനിക്കിത് മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ അടുത്ത സെമ്മിൽ ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫോർത്ത് സെം വന്നു. അവൻ്റെ ഫ്രണ്ട്ഷിപ്പും ഔട്ടിങ്ങും മൂവീസ് അങ്ങനെ എല്ലാം കൂടെ കൂടുതലൊന്ന് എക്സ്പാൻഡായി. അവൻ്റെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ ഡൈവേർട്ടായി പോയി. അങ്ങനെ ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ്റെ മാർക്ക് ഏകദേശം ഒരു 65 റേഞ്ചിലേക്കായി ആണ് പെർസെൻറ്റേജിൽ. അപ്പോൾ ഒരു അഗ്രേറ്റ് ഏകദേശം ഒരു 75 റേഞ്ചിലൊക്കെ നിൽക്കുന്നു ഫസ്റ്റ് സെമ്മിൽ നല്ല മാർക്കുള്ള കാരണം. അങ്ങനെ അവൻ വിചാരിച്ചു അടുത്ത സെമ്മിൽ കവറപ്പ് ചെയ്യാന്ന്. അങ്ങനെ ഫിഫ്ത്ത് സെം വന്നു. ഫിഫ്ത്ത് സെമ്മിൽ കുറേ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷയും ഭയങ്കര ടഫായിട്ട് അവന് ഫീൽ ചെയ്തു. അന്നേരം അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇതെങ്ങനെയും ഒന്ന് റിക്കവർ ചെയ്യണം, മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇവൻ അവൻ്റെ പാരൻസിനാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല, അവൻ ടീച്ചേഴ്സ് ആണെങ്കിലും അവൻ്റെ ഈ ഉഴപ്പൻ നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല കണ്ടു. അപ്പോൾ അവന് ഉണ്ട്. അങ്ങനെ അവൻ സിക്സ്ത് സെമ്മായി. അവൻ്റെ പക്ഷെ ആ ഒരു കറണ്ട് ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവന് മാറാൻ പറ്റുന്നില്ല. അവൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കും.